ഹായ് ഫ്രണ്ട്സ്, 2 സ്പൂൺ റാഗി കൊണ്ട് നല്ലൊരു ജ്യൂസാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ റാഗി തലേ ദിവസം തന്നെ കഴുകി കുതിർത്ത് വെച്ചിരുന്നു. അത് പിറ്റേ ദിവസം രാവിലെ അരച്ചെടുത്ത് നമ്മൾക്ക് വേവിക്കാനായി വെക്കണം. 3 ഇരട്ടി വെള്ളം ചേർത്ത് വേണം നമ്മളിത് വേവിക്കാനായി. മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം. അമിതവണ്ണം, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, വിളർച്ച, ക്ഷീണം എന്നിവ കുറയ്ക്കാനും ആരോഗ്യം നിലനിർത്താനും ഈ ജ്യൂസ് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം, തണുക്കാനായി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന കുറച്ച് നട്ട്സ് പൊടിച്ചെടുക്കാം. ഞാൻ കുറച്ച് ബദാമും പിസ്തയും എടുത്തിട്ടുണ്ട്. നിങ്ങൾ അണ്ടിപ്പരിപ്പോ ഇത് വേണമെങ്കിലും എടുക്കാം. ഇത് നമുക്ക് ഈ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. സ്മൂത്തായിട്ടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ റാഗി ഇവിടെ തണുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഇത് വേണ്ടത് ഒരു ക്യാരറ്റ് ചെറുതായി നുറുക്കിയതും, ഒരു ഏത്തപ്പഴം, പിന്നെ കുറച്ച് കിസ്മിസ് കഴുകിയെടുത്തതും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3-4 ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം കൂടി അടിച്ച് ഒരു ജാറിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഈ സമയത്ത് ആവശ്യമുള്ളത്ര വെള്ളമോ ഐസ് ക്യൂബ്സോ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ നട്ട്സും, പിന്നെ 2 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിരിക്കുന്ന ഫ്ലാക്സ് സീഡ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലാക്സ് സീഡ് എല്ലാവർക്കും അറിയാം, omega-3 ആൻറ്റി ഓക്സിഡൻറ്റ് മുതലായ ഗുണങ്ങളുള്ള ഫ്ലാക്സ് സീഡ് ഇതുപോലെ ജ്യൂസിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്